ശബരിമലയിലെ യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ തുറന്ന കോടതിയിൽ പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനമായിട്ടുണ്ട്. ജനുവരി 22-നാണ് ഈ വിഷയം തുറന്ന കോടതിയിൽ പരിഗണിക്കുന്നത്. എന്നാൽ ഈ വിധി വന്നതിന് പിന്നാലെ ധർമ്മത്തിന്റെ വിജയം അയ്യപ്പൻ കാത്തുരക്ഷിച്ചു എന്നുള്ള തരത്തിൽ വ്യാപകമായി സംഘപരിവാർ BJP പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് ഷെയർ ചെയ്യുകയുണ്ടായി. സുപ്രീം കോടതി ഈ വിധിയിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒരു തരത്തിലും നിലവിലുള്ള വിധിയുടെ സ്റ്റേ അല്ല എന്ന്. എന്നാൽ ഇത് മനസ്സിലാക്കിയതിനു ശേഷം, തങ്ങളുടെ അമളി തിരിച്ചറിഞ്ഞതിനു ശേഷം BJP പ്രവർത്തകർ പറയുന്നത് പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകും, സമാധാനപരമായ സമരങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. ഒന്നേ ചോദിക്കാനുള്ളൂ, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഷേധ സമരങ്ങൾ? സന്നിധാനത്തെത്തുന്ന ഭക്തയുടെ തലയിൽ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്ന തരത്തിലോ? അതോ കേട്ടാലറയ്ക്കുന്ന തെറികൾ ശരണം വിളി പോലെ സന്നിധാനം പോലെ ഒരു പവിത്രമായ സ്ഥലത്ത് വിളിക്കുന്നതോ? ഇത് രണ്ടുമല്ലെങ്കിൽ അടിച്ചു കൊല്ലടാ അവളെ എന്നുള്ള തരത്തിൽ കൊലവിളി ഉയർത്തുന്നതോ? ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം പോയാൽ മതിയെന്നേ പറയാനുള്ളൂ. ജനുവരി 22-ന് തുറന്ന കോടതിയിൽ ശബരിമല വിഷയം വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി ലക്ഷ്യത്തിന് പണി കിട്ടുക നിങ്ങൾക്ക് തന്നെയായിരിക്കും. ശബരിമല വിഷയം തുറന്ന കോടതിയിൽ ചർച്ച ചെയ്യുന്നതിന് മണ്ഡലകാലം കഴിഞ്ഞതിനു ശേഷം ഒരു തീയതി നിശ്ചയിച്ചതിന് പിന്നിൽ മണ്ഡലകാലം സമാധാനപരമായി മുന്നോട്ട് പോകണമെന്നതാണ് കാരണം. അങ്ങനെയുള്ളപ്പോൾ ശബരിമലയെ വീണ്ടും ഒരു കലാപഭൂമിയാക്കരുത്, അവിടെ വീണ്ടും സംഘർഷങ്ങൾ സൃഷ്ടിക്കരുത്. അഥവാ അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സംഘപരിവാറിന് മാത്രമായിരിക്കും. അതിന്റെ കാരണക്കാർ സംഘപരിവാർ മാത്രമാണ്. ശബരിമലയെ സംഘർഷഭൂമിയാക്കരുത്, 18-ാം പടിയെ വെറുമൊരു പ്രസംഗവേദിയാക്കരുത്. എല്ലാവർക്കും നിയമോപദേശം കൊടുക്കുന്ന PS ശ്രീധരൻപിള്ളയ്ക്ക് സ്വന്തം അണികൾക്ക് കോടതിയുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചും ഈ വിധിയെക്കുറിച്ചും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ.